ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 16 വെള്ളിയാഴ്ചയാണ്. ഇന്ത്യൻ വിപണിയിലേക്ക് വന്നാൽ ബുധനാഴ്ച വീണ്ടും നിഫ്റ്റിയും സെൻസെക്സും ഇടിയുകയുണ്ടായി. എന്നാൽ മിഡ് ക്യാപ്പ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി ധാരാളം പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് വരുന്ന ഒരു ദിവസമാണ് ഇന്നും നാളെയും. കാരണം റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ റിസൾട്ട് ഇന്നാണ് പുറത്തു വരുന്നത്. കൂടാതെ HDFC ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയ ബാങ്കുകളുടെ റിസൾട്ട് നാളെ പുറത്തു വരും. അതുകൊണ്ട് തന്നെ ഈ റിസൾട്ടുകൾ തന്നെയായിരിക്കും മാർക്കറ്റിനെ ഇനി മുന്നോട്ട് നയിക്കുന്നത്. ഏതായാലും ഇതുവരെയുള്ള ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകൾ നമുക്ക് നോക്കാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളിലേക്ക്. ആദ്യം ഇൻഫോസിസിന്റെ മൂന്നാം പാദ റിസൾട്ടുകൾ പുറത്തു വന്നിരുന്നു. സാങ്കേതിക ചെലവുകൾ മെച്ചപ്പെടുന്നതിനുള്ള സാമ്പത്തിക വർഷത്തിലെ വരുമാന മാർഗനിർദ്ദേശം 3 മുതൽ 3.5 വരെ ആയി ഉയർത്തുകയുണ്ടായി. ഇതിനോടൊപ്പം മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം കൂടി എടുത്തു പറയാനുള്ളത് മൂന്നാം പാദത്തിലെ ഇടപാട് വിജയങ്ങളെക്കുറിച്ചാണ്. $4.8 ബില്യൺ ശക്തമായിട്ടുള്ള ഒരു വലിയ ഡീൽ പൈപ്പ് ലൈനാണ് ഇൻഫോസിസിനെ സംബന്ധിച്ചുള്ളത്. ഇനി മൂന്നാം പാദത്തിലെ വരുമാനം നോക്കുകയാണെങ്കിൽ 45,479 കോടി രൂപയിലാണ്. അതായത് കഴിഞ്ഞ പാദത്തിനെ അപേക്ഷിച്ച് 2.2% വർധനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു റവന്യൂ തന്നെയായിരുന്നു ഇത്. ഇനി എബിറ്റ് ആയി പുറത്തു വന്നിരിക്കുന്നത് 10,634 കോടി രൂപയാണ്. 0.9% വർധനമാണ് ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റായി പുറത്തു വന്നിരിക്കുന്നത് 6,654 കോടി രൂപയാണ്. 9.6% ഒരു ഇടിവാണ് ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ വന്നിരിക്കുന്നത്. 1,289 കോടി രൂപയുടെ ലേബർ കോഡുമായി ബന്ധപ്പെട്ട ചിലവുകളാണ് ഇത്രയധികം പ്രോഫിറ്റ് ഇടിയാനുള്ള കാരണമായത്. ഏതായാലും ഇൻഫോസിസ് ഇന്ന് ഫോക്കസിൽ ഉണ്ടായിരിക്കും. കാരണം ഇൻഫോസിസ് ADRൽ ബുധനാഴ്ച Q3 റിസൾട്ടുകൾക്ക് ശേഷം ഏകദേശം 10% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. FY റവന്യൂ ഗൈഡൻസ് മികച്ചതായിരുന്നു. മുൻപ് 2 മുതൽ 3% വരെ ആയിരുന്നത് ഇപ്പോൾ 3 മുതൽ 3.5% ഉയർത്തിയിരിക്കുന്നു. കൂടാതെ റവന്യൂ മികച്ചതായിരുന്നു. പോസിറ്റീവായിട്ടുള്ള ഒരു മാനേജ്മെന്റ് കമന്ററിയും. പ്രോഫിറ്റ് ഇടിയാനുള്ള കാരണം ലേബർ കോഡ് ഇമ്പാക്റ്റ് ആണ് എന്നത് പ്രധാനപ്പെട്ട ഒരു കാരണമായി. ഏതായാലും ഇൻഫോസിസും ടെക് ഓഹരികളും ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു വാർത്തയുള്ളത്, ഇന്ത്യയുടെ മൊത്തവില സൂചിക പണപ്പെരുപ്പം, അതായത് ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ ബുധനാഴ്ച പുറത്തു വന്നിരുന്നു. ഡിസംബറിൽ WPI ഇൻഫ്ലേഷൻ 0.83% ഉയർന്നു. ഇത് 8 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് കൂടിയാണ്. കഴിഞ്ഞ 2 മാസവും നെഗറ്റീവ് ടെറിട്ടറിയിലായിരുന്ന ഇൻഫ്ലേഷൻ ഇപ്പോൾ പോസിറ്റീവിലേക്ക് തിരികെ വന്നിരിക്കുന്നു. നവംബറിൽ -0.32%, ഒക്ടോബറിൽ അത് -1.02%. ഭക്ഷ്യവസ്തുക്കൾ, ഭക്ഷ്യേതര വസ്തുക്കൾ, ധാതുക്കൾ, മിനറൽസ് ആൻഡ് മാനുഫാക്ചർഡ് പ്രോഡക്ട്സ് എന്നിവയുടെ വിലവർദ്ധനവ് കാരണമാണ് WPI ഇൻഫ്ലേഷൻ വർദ്ധിച്ചത്. ഇനി ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടിയുണ്ട്. ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര കരാർ അത് വളരെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ചർച്ചകൾ പുരോഗമിക്കുന്നു. ചർച്ചകൾ ഒരിക്കലും അവസാനിച്ചിട്ടില്ല എന്ന് ഇന്ത്യയുടെ വാണിജ്യ സെക്രട്ടറി പറയുന്നു. ഡിസംബർ അവസാനത്തിൽ പീയൂഷ് ഗോയൽ USTRുമായി കൂടിക്കാഴ്ച നടന്നിരുന്നു. ഇതുകൂടാതെ ഡിസംബറിൽ ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതി വാർഷികാടിസ്ഥാനത്തിൽ 1.87% വർദ്ധിച്ച് $38.5 ബില്യൺ ആയി. തുടർച്ചയായ 2ാമത്തെ മാസവും വളർച്ച തന്നെയാണ്. ഉയർന്ന താരിഫ് ഉണ്ടായിരുന്നിട്ടും US കയറ്റുമതി പിടിച്ചു നിന്നു. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ വളർച്ച കാണിച്ചിരിക്കുന്ന മേഖലകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഇലക്ട്രോണിക്സ് ആണ്. 16.78% ഉയർന്നു. ഫാർമ 5.65% ഉയർന്നു. എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ 1.28% ഉയർന്നു. US കയറ്റുമതി വർദ്ധിക്കുന്നതും കൂടാതെ ഒരു വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നു എന്നതും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. അടുത്ത മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട ഒരു ബൈറ്റിലേക്ക്. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ആയും ഒക്കെ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. അടുത്തതായി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക്. ആദ്യം US മാർക്കറ്റുകൾ. നയപരമായ മാറ്റങ്ങളും ആഗോള സംഘർഷങ്ങളും ഉണ്ടായിരുന്നിട്ടും ശക്തമായിട്ടുള്ള കമ്പനി ഫലങ്ങൾ US ഓഹരി വിപണിയുടെ കുതിപ്പ് നിലനിർത്തുമെന്നാണ് നിക്ഷേപകർ പ്രതീക്ഷിക്കുന്നത്.
പ്രധാനപ്പെട്ട ബാങ്കുകൾ ഫലങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷം നെറ്റ്ഫ്ലിക്സ്, ജോൺസൺ ആൻഡ് ജോൺസൺ, ഇന്റൽ തുടങ്ങിയ കമ്പനികൾ അടുത്ത ആഴ്ച അവരുടെ 4ാം പാദ ഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യും. 2 ദിവസത്തെ നഷ്ടങ്ങൾക്ക് ശേഷം US വിപണികൾ വീണ്ടും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പ്രധാനമായും ഇന്നലെ പിന്തുണച്ചിട്ടുള്ളത് ഗോൾഡ്മാൻ സാച്ചസ് ആയിരുന്നു. 4.6% ഉയർന്നു. മോർഗൻ സ്റ്റാൻലി 5.8% നേട്ടവും ഉണ്ടാക്കി. ഇനി US നിന്നും പുറത്തു വന്ന ബാങ്കുകളുടെ റിസൾട്ട് മിക്സഡ് ആയിരുന്നു. US ഇന്നലെ റസൽ 2000 റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തിരുന്നു. അപ്പോൾ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും നല്ല പെർഫോമൻസ് ആണ് ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ഇൻഫോസിസ് 10% ബുധനാഴ്ച നേട്ടമുണ്ടാക്കിയത്. ഇന്നലെ 2.5% ഒരു ഇടിവുണ്ടാക്കി. വിപ്രോ 2% ഇടിഞ്ഞു. ബാങ്കിങ് സ്പേസിൽ HDFC ബാങ്ക് 1.25% ഇടിഞ്ഞു. ICICI ബാങ്ക് 0.80% ഇടിഞ്ഞത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 1.62% ഇടിഞ്ഞു. ഇനി യൂറോപ്യൻ വിപണികൾ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.39% ഇടിവിലാണ്. കോസ്പി മാർക്കറ്റ് 0.82% നേട്ടത്തിലും. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 25,788 എന്ന നിലയിൽ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 50 മുതൽ 60 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി മറ്റ് അസറ്റ് ക്ലാസ്സുകളിലേക്ക്. ആദ്യം ഗോൾഡ് പ്രൈസുകൾ. സ്പോട്ട് ഗോൾഡ് ഇന്നലെ 0.26% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 1,05,320 എന്ന നിലയിലാണ്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ ഇപ്പോൾ 2% ഇടിവിൽ $95,000 ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ വലിയ വൊളറ്റൈലായി തുടരുന്നത് ഓയിൽ പ്രൈസുകൾ തന്നെയാണ്. ഇന്നലെ ഏകദേശം 4% ഇടിഞ്ഞാണ് ഓയിൽ പ്രൈസുകൾ ക്ലോസ് ചെയ്യുന്നത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഒത്തിരിയേറെ സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നമ്മുടെ വാട്സപ്പ്, ടെലഗ്രാം ഗ്രൂപ്പുകളിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ആ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പുതിയ വീഡിയോ സീരീസിനെ കുറിച്ച് പറയാം. ബിഗിനേഴ്സിന് ഒത്തിരിയേറെ ഉപകാരപ്രദമാവാൻ സാധ്യതയുള്ള ധാരാളം വീഡിയോസും കൂടാതെ പ്രത്യേകമായിട്ടുള്ള ധാരാളം സ്ട്രാറ്റജികളും കൂടാതെ AI പ്രോംപ്റ്റ് അടക്കം നമുക്ക് ട്രേഡിംഗ് കൂടുതൽ എളുപ്പമാക്കാൻ കഴിയുന്ന ധാരാളം വീഡിയോസ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. ബിഗിനേഴ്സിന് പുറമെ എല്ലാ ട്രേഡേഴ്സിനും ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോസ് തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കാം. ഒന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് തന്നെയാണ്. വിപ്രോയിൻ്റെ റിസൾട്ട് ഉണ്ട്. ടെക് മഹീന്ദ്ര, ടാറ്റ ടെക്നോളജീസ്, ബജാജ് ഹെൽത്ത് കെയർ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ ബാങ്ക്, ജിയോജിറ്റ് ഫിനാൻഷ്യൽ സർവീസസ്, JB കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, ജിൻഡാൽസോ, JSW ഇൻഫ്ര, കേശോറാം ഇൻഡസ്ട്രീസ്, L&T ഫിനാൻസ്, പോളിക്യാബ് ഇന്ത്യ, പൂൻവാല ഫിൻകോർപ്പ്, ശോഭ, ലീല ഹോട്ടൽസ് തുടങ്ങിയവയാണ്. ഇനി റിസൾട്ട് വന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ജിയോ ഫിനാൻഷ്യൽ സർവീസസ് നെറ്റ് പ്രോഫിറ്റിൽ 8.75% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 268.98 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. ടോട്ടൽ ഇൻകത്തിൽ 10.7% വർധനവ് വന്നിരിക്കുന്നു. ഇയർ ഓൺ ഇയറിൽ 901.05 കോടി രൂപയിലാണ് ടോട്ടൽ ഇൻകം ഉള്ളത്. അടുത്ത് ICICI പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനി ആണ്. Q3യിൽ പ്രോഫിറ്റായി പുറത്തു വന്നിരിക്കുന്നത് 917.1 കോടി രൂപയാണ്. അതായത് 45.1% വർധനവാണ് ഇപ്പോൾ പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. വളരെ നല്ലൊരു റിസൾട്ട് തന്നെയാണ്. കൂടാതെ റവന്യൂവിൽ 23.5% വർധനവ് വന്നു. 1514.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇൻട്രിം ഡിവിഡൻഡായി കമ്പനി 14 രൂപ 85 പൈസയാണ് പ്രഖ്യാപിച്ചത്. അടുത്തത് HDB ഫിനാൻഷ്യൽ സർവീസസ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിലും റവന്യൂവിലും മികച്ച ഒരു നേട്ടം വന്നിരിക്കുന്നു. പ്രോഫിറ്റായി പുറത്തു വന്നിരിക്കുന്നത് 643.9 കോടി രൂപയാണ്. അതായത് 36.3% വർധനവാണ് പ്രോഫിറ്റിൽ വന്നത്. റവന്യൂവിൽ 22% വർധനവ്. 2285 കോടി രൂപയിലാണ് റവന്യൂ ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത L&T ടെക്നോളജി സർവീസസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 6.1% ഇടിവ് വന്നു. 302.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 10.2% ഒരു വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയത്. ഇപ്പോഴത്തെ ലേബർ കോഡ് ഇമ്പാക്റ്റ് ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത് 35.4 കോടി രൂപയുമാണ്. അടുത്ത നുവാമ വിസ്റ്റാസ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 49 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 61.4 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂവിൽ 12.1% വർധനവ് വന്നിരിക്കുന്നു. അടുത്ത ഏഞ്ചൽ വൺ ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 4.5% ഇടിവ് വന്നിരിക്കുന്നു. റവന്യൂവിൽ 5.8% ഒരു വർധനവും വന്നപ്പോൾ ബോർഡ് 1:10 എന്ന അനുപാതത്തിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇൻട്രിം ഡിവിഡൻഡായി പറഞ്ഞിരിക്കുന്നത് 23 രൂപയാണ്. അടുത്ത സ്വരാജ് എഞ്ചിൻസ് എന്ന കമ്പനിയാണ്.
നെറ്റ് പ്രോഫിറ്റിൽ 31.8% വർധനവും റവന്യൂവിൽ 37% വർധനവും വന്നിരിക്കുന്നു. F&A സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ സമ്മൻ ക്യാപിറ്റൽ, സെയിൽ തുടങ്ങിയവയാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്ക്. FIS 4781 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തിരിക്കുന്നത്. DIS ആവട്ടെ 5217 കോടി രൂപയ്ക്ക് ബൈ ചെയ്തിരിക്കുന്നു. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നമുക്ക് നോക്കാം. ആദ്യം നിഫ്റ്റിയിലേക്ക് വരാം. 25,665 67 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ബുധനാഴ്ച ക്ലോസ് ചെയ്യുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് ഒരു കൺസോൾട്ടേഷനാണ് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നിഫ്റ്റിയിൽ ഇനി പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത് ഡൗൺ സൈഡിൽ 25,600 അപ്പ് സൈഡിൽ 25,900 പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ 25,600 താഴെയായിട്ടോ അല്ലെങ്കിൽ 25,900 മുകളിലായിട്ടോ ഒരു ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ നല്ല പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ക്ലോസിങ്ങിനെ നമുക്ക് കാണാവുന്നതാണ്. മറ്റൊരു പ്രത്യേകത കൂടി കാണാനുള്ളത് നിഫ്റ്റിയുടെ 100-day EMA വരുന്നത് 25,600 610 ലെവലിലാണ്. കൂടാതെ 50-day EMA വരുന്നത് 25,900 ലെവലിലുമാണ്. ഈ രണ്ട് ലെവലിനും ഉള്ളിലായിട്ട് തന്നെയാണ് കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് 50-day 100-day EMAക്ക് ഇടയിലായിട്ടാണ് നിഫ്റ്റി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,800 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,600 അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക്. ഏറെക്കുറെ ഫ്ലാറ്റ് ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. വെറും 1 പോയിന്റ്സ് മാത്രം ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയിൽ ബുധനാഴ്ച ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ആയത്. എന്നിരുന്നാലും അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തതിന് ശേഷം ചെറിയൊരു റിവേഴ്സൽ വന്നിരുന്നു. അതായത് നമ്മുടെ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനിൽ കൃത്യമായി തന്നെ ഒരു സെല്ലിംഗ് പ്രഷർ കാണുന്നു എന്ന് തന്നെയാണ് ഈ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്. ഇനി നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിലും ഒരു ഇൻവേർട്ടഡ് പിൻബാറിന് സമാനമായിട്ടുള്ള ക്യാൻഡിലാണ്. അതിൻ്റെ ലോയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്സൈഡിൽ ഈ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലൊരു പോസിറ്റീവ് സൈനായിട്ട് കാണാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഡൗൺ സൈഡിൽ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 58,598 ഇനി മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 60,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 59,500 ഇതൊക്കെയാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായി വരുന്നത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.